അപ്പോൾ എങ്ങനെയാ, നമുക്കൊന്ന് മല കയറാൻ പോവാം. ഞങ്ങൾ രാവിലെ ഒരു 5:45 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഒരു 10 മിനിറ്റ് വണ്ടിക്ക് പോകാനുള്ളേ ഉള്ളൂ. പോകുന്ന വഴി ഒരു രക്ഷയുണ്ടാകുന്നില്ല കേട്ടോ. ഈ വെള്ളത്തിൻ്റെ മീലൊക്കെ കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞങ്ങളപ്പോൾ ഒരു 6:15 ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നാം സ്ഥലം വരെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ കിതച്ചിട്ടേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, കുറച്ച് ആരോഗ്യക്കുറവുണ്ടെന്ന് അപ്പം മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും പയ്യെ കേട്ടോ കയറിയത്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒറ്റയടിക്ക് ഞാൻ 1/2 മണിക്കൂറിനുള്ളിൽ മേളിൽ കയറുന്നു, കുർബാന കാണുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇറങ്ങിയത്. പക്ഷേ കിതച്ചിട്ട് എനിക്കാണ് കേട്ടോ. ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആളൊക്കെ പണ്ട് എല്ലാ ഞായറാഴ്ചയും കയറുമായിരുന്നു, അരമണിക്കൂർ അങ്ങോട്ട് മേളിൽ ചെല്ലുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫൈനലി 14-ാം സ്ഥലം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ഒന്ന് ശ്വാസമൊക്കെ നേരെ ആവാൻ വേണ്ടി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നേർച്ചയൊക്കെ ഇട്ട് ഒരു ബണ്ണും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുർബാന ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം കണ്ടിന്യൂസ്ലി കുർബാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആന കുത്തിയ പള്ളിയില്ലേ, അതൊക്കെ കണ്ടു. പിന്നെ അവിടെ ഒരു കിണറുണ്ട്, വറ്റാത്ത കിണർ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് വന്നിട്ട് വെള്ളമൊക്കെ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കുകയോ ചെയ്തത്, കുപ്പിയിലെടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പൊന്നും കുരിശിലൊക്കെ ഒന്ന് മുത്തി അവിടുത്തെ ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിച്ച്. ഇത് നമ്മളുടെ തോമാസ് ലീഹായുടെ കാൽപാദം പതിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ട് കാണാം. പിന്നെ കാലടി പാലമില്ലേ, അത് കാണാനൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ കണ്ട് പയ്യെ ഞങ്ങൾ മല ഇറങ്ങാൻ കയറുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക് ഇറങ്ങാൻ. രസമായിരുന്നു. ഇറങ്ങാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. അപ്പോൾ ആ ഇറങ്ങുമ്പോഴായാലും ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. തിരക്ക്, പിന്നെ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഇങ്ങ് അടുക്കുമല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കയറാൻ പ്രായമായിട്ടുള്ള ആൾക്കാരും കുഞ്ഞു പിള്ളേരെയും കൊണ്ടൊക്കെ എല്ലാവരും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ എന്നിട്ട് പയ്യെ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഞായറാഴ്ച ദിവസമൊക്കെ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ കഴിച്ചു, നേർച്ചക്കഞ്ഞി കഴിച്ച് ഞങ്ങൾ പുറത്ത് അവിടെ ഇരിക്കാനൊക്കെ ഒരു ചെറിയൊരിതുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഒരു കട്ടനൊക്കെ കുടിച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ ഞായറാഴ്ച ഇങ്ങനെ അതിമനോഹരമായിട്ട് പോയി.